ഈ പെരുന്നാളിന് 3 ദിവസം സ്കൂൾ അടച്ചപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഒരു കളിയാണ്. പഴയ കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചിരട്ടയ്ക്ക് തുളയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരു ചെറിയ കലവും ചട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നി. നെക്സ്റ്റ് ഡേയിൽ അത് വാങ്ങിച്ചു കൊടുത്തു. കിക്കിക്കും മാനിക്കും അത്യാവശ്യം അറിവായതുകൊണ്ട് അവർ അപകടമൊന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഒറിജിനലായിട്ടുള്ള കഞ്ഞിയും കറിയും തന്നെ വെച്ചോളാൻ പറഞ്ഞു. കളി ഒറിജിനലായിട്ട് മാറിയപ്പോഴത്തേക്കും കിക്കിയുടെ മാനിയുടെയും കൂട്ടുകാരായ ദിയയും ചാരും കൂടെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് ഭയങ്കര പാചകമാണ്. ചോറിൻ്റെ കൂടെ മുട്ട ചിക്കി പൊരിച്ചതും പൊട്ടറ്റോ ഫ്രൈയും ആയിരുന്നു കേട്ടോ കറി. റീൽസ് കാണാനും ഗെയിം കാണാനും ഫോൺ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്ത പരിപാടിയാണ് അമ്മമാരെ. അരിയൊക്കെ നന്നായിട്ട് വെന്തുവെന്ന് തോന്നുന്നു. എന്തായാലും പിള്ളേർക്ക് 2-3 മണിക്കൂർ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സുന്ദരി ഓട്ടോയും ആ ജീപ്പൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മമാർ ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ അറിയില്ല. 90-ലും 95-ലൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ചിട്ടുള്ള കളികളാണ് ഇതുപോലെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട്. ഇതിലിപ്പോൾ ചാരും നമ്മുടെ മിന്നയും മാത്രമേ ഉള്ളൂ കേട്ടോ കുഞ്ഞുങ്ങളായിട്ട്. അപ്പോൾ അവർ തീരെ അടുത്തേക്കൊന്നും പോകത്തില്ല. ബാക്കിയുള്ളവർ അത് ശ്രദ്ധിച്ച് കളിച്ചോളും. അപ്പോൾ നമുക്ക് പേടിക്കേണ്ടതൊന്നുമില്ല. തന്നെയല്ല നമ്മുടെ ശ്രദ്ധ ഉണ്ട് താനും. അല്ലെങ്കിലും മൊബൈലിൽ ഗെയിം കാണുന്നതിനേക്കാളും റീൽസ് കാണുന്നതിനേക്കാളും ഒക്കെ അപകടം കുറവ് തന്നെയാണ് ഈ ഇത്തരം കളികൾക്ക്. അല്ലെങ്കിലും ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് നമ്മൾ എത്ര വിളിച്ചു കഴിഞ്ഞാലും വരാത്ത ആളുകളാണ്. ഇപ്പോൾ കറക്റ്റ് ഉത്തരവാദിത്തത്തോടു കൂടി കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ല കാര്യം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന 80s 90s കിഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പകാലമായിട്ട് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.